ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നല്ലൊരു മഴയത്താണ് നിൽക്കുന്നത്. ഒരു ട്രിപ്പ് പോവുകയാണ്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ജടായു എർത്ത് സെൻറ്ററിലാണ് പോകുന്നത്. അതായത് നമ്മുടെ സ്വന്തം ജടായു പാറ. സോ അവിടെ പോയിട്ട് നമ്മൾ കേബിൾ കാറിൽ ട്രാവൽ ചെയ്തായിരിക്കും റോക്കിൻ്റെ മുകളിൽ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ കിട്ടില്ലം കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നിലമേൽ എത്തിയിട്ടുണ്ട്. നിലമേൽ ഇവിടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതിന്. സോ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഹോട്ടലും കൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ഹോട്ടൽ ബിസ്മില്ല. ഇവിടെ ഒരു ചായക്കടയും ഉണ്ട്, തൊട്ടടുത്ത് മിഠായി കടയുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നെയ്ച്ചോറും അൽഫാമും ചിക്കനുമാണ്. ബിസ്മില്ല ഹോട്ടൽ എന്നാണ് പേര്. സോ ഇത് നമ്മുടെ നിലമേൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോഴാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അത്യാവശ്യം തിരക്കുള്ളൊരു ഹോട്ടലാണെന്ന് പറയാം. ഇതാണ് നമ്മുടെ നിലമേൽ പോകുന്ന റോഡ്. നമുക്ക് അങ്ങോട്ടാണ് ഇനി പോവേണ്ടത്. ജടായു പാറ അങ്ങോട്ടാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായ അൽഫാഹം, പിന്നെ ഇവിടെ സലാഡ് മൈനീസും ഉണ്ട്, പിന്നെ ഒരു കുബൂസും കിട്ടുന്നുണ്ട്. നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചില്ലി ചിക്കനും കൂടെ വരാനുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ചില്ലി ചിക്കനും വന്നിട്ടുണ്ട്. ഫുഡെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. നമുക്ക് ഈ ഒരു ഹോട്ടലിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മിഠായി കട എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. തൊട്ടിപ്പുറത്ത് നമുക്ക് ചായയും കടിയും കിട്ടുന്ന ഒരു കടയുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ ബിസ്മില്ല. സോ പുതിയ ഹോട്ടലാണ്. നല്ല കിട്ടിലും ഫുഡായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. നമുക്ക് പിന്നെ പുറത്തെ സൈഡിലും ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ അകത്തും പുറത്തുമായിട്ടുള്ള സീറ്റിംഗാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു റൂട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസ്മില്ല ഹോട്ടലിൽ കയറേണ്ടതാണ്. നല്ല ഫുഡാണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ ഒരു ബിസ്മില്ല ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നിലമേലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചടയമംഗലമാണ്, ജടായു പാറയിലോട്ടാണ് പോകുന്നത്. സോ നമുക്കിനി അവിടുത്തെ കാഴ്ചയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ജടായു എർത്ത് സെൻറ്ററിൻ്റെ അകത്തെത്തി. ഇവിടെ പാർക്കിങ്ങിന് ഏകദേശം 30 രൂപയാണ് വരുന്നത് ചാർജ്. കേബിൾ കാർ എടുക്കാൻ 610 രൂപയാണ് ചാർജ് വരുന്നത്. സോ നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ജടായു എർത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കേബിൾ കാറിൽ കയറി നമുക്ക് മുകളിൽ പോകാൻ പറ്റും. സോ അതിന് ഏകദേശം റേറ്റ് വരുന്നത് 610 രൂപയാണ് പെർ പേഴ്സൺ. സോ നമ്മളിപ്പം പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. സോ ഇതാണ് പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം തിരക്കുണ്ടെന്ന്. സോ നമുക്കിനി കേബിൾ കാറിൻ്റെ അങ്ങോട്ട് പോവാം. ഇവിടെ 2 വീലേഴ്സിൻ്റെ പാർക്കിംഗ് ഉണ്ട്. ഇതാണ് ജടായു എർത്ത് സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ് ഓഫീസ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ആ കാണുന്നതാണ് കേബിൾ കാർ നമ്മൾ കയറേണ്ട വഴി. ആ ടോപ്പിലായിരിക്കും നമ്മൾ പോകുന്നത്. ഇതാണ് ജടായു എർത്ത് സെൻറ്ററിലെ കുറച്ച് ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ടിക്കറ്റ് നിരക്ക് 250 രൂപയാണ്, പ്ലസ് GST സെസ്സും വരും. അതായത് നമ്മൾ കേബിൾ കാർ യൂസ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ ഏകദേശം 826 പടികളുണ്ട്. 1 കിലോമീറ്ററിനധികം ദൂരവും വരും.
ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അത് പക്ഷേ താഴെയും മുകളിലും മാത്രമേ ഉള്ളൂ, ഇൻ ബിറ്റ്വീൻ ഇല്ല ഈ ഒരു പോകുന്ന വഴിയിൽ. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് റേറ്റ്സ് വരുന്നത്. എൻട്രി ടിക്കറ്റ് 250, കേബിൾ കാർ 300 ആണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പം എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4 പേർക്ക് ഏകദേശം 1180 രൂപയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് എൻട്രി പോയിന്റിൽ നിന്നായിരിക്കും മുകളിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ജഡായു ഹെൽത്ത് സെൻ്ററിൻ്റെ ഫസ്റ്റ് ആ ഒരു ബിൽഡിങ്ങിലോട്ട് കയറിയൊക്കെയാണ്. ഇവിടെ ഈ ഡിസ്പ്ലേയിൽ പെയിൻറ്റ് ബോൾ ഗെയിമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെറിയൊരു കഫേ കാണാം റൈറ്റ് സൈഡിൽ. ഓണമായതുകൊണ്ട് അവർ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇതാ കേബിൾ കാറിൽ പോകുന്ന വഴി സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോവുകയാണ്. സോ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ജഡായു പാർക്കിലെ കേബിൾ കാറിൽ കയറാൻ പോകുന്നത്. വളരെ നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയും കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. വീണ്ടും മുകളിലോട്ട് പോകണ്ടേ. നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറുന്ന ആ ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇതാ കേബിൾ കാറിൻ്റെ ആ ഒരു ഏരിയ. അവിടുന്ന് കേബിൾ കാർ വരുന്നുണ്ടോ? നമ്മളിപ്പോൾ അതിലോട്ടായിരിക്കും മുകളിൽ പോകുന്നത്. നല്ലൊരു കിട്ടിലും വ്യൂ ആയിരിക്കും നമുക്ക് അതിന് മുകളിൽ നിന്ന് കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് കയറി നോക്കാം. കാറിപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ് ആൾക്കാരെ ഇറക്കാൻ. താഴെ വന്നിട്ട് നമുക്ക് ഈ കാറ് കയറി പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കേബിൾ കാർ കയറിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിയൊന്നും ആവത്തില്ല ഇതിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ. സോ ഹൈറ്റ് പേടിയുള്ളവർക്ക് ധൈര്യമായിട്ട് ഇതിൽ കയറാം. ഞാൻ നിങ്ങൾക്ക് കേബിൾ കാറിൻ്റെ അകത്തുള്ള ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേബിൾ കാറിൻ്റെ അകത്തുനിന്നുള്ളൊരു വ്യൂ. നമ്മൾ നല്ല ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഹെലിപ്പാഡ് കാണാം. സോ ഹെലികോപ്റ്ററിലും വന്നിറങ്ങാൻ പറ്റുന്നൊരു സംഭവമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അതിൽ അവരൊരു ഹെലിപ്പാഡ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഇതുവഴി അങ്ങ് കയറി അങ്ങ് മുകളിൽ വരെ വരണം. നല്ല പാടുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു 300 രൂപ മുടക്കി കേബിൾ കാർ വരുന്നതായിരിക്കും അതിനേക്കാളും ബെറ്റർ. നമ്മളിപ്പോൾ എന്താ ടോപ്പിലെത്താറായി. നിങ്ങൾക്ക് ആ സ്കൾപ്ചർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിപ്പ് ലൈൻ അല്ല, കേബിൾ കാർ കയറിയാണ് നമ്മൾ ടോപ്പിൽ വന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ജടായു പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് ജടായുവിൻ്റെ ആ ഒരു സ്കൾപ്ചർ. സോ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ കുറേ കിട്ടിലും ബ്യൂട്ടിഫുൾ കാഴ്ചകൾ കാണിച്ചു തരാം. സോ
സോ ഇതാണ് ആ ഒരു വ്യൂ. നമുക്ക് അവിടെ ഒരു കഫേ ഉണ്ട്. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ ആ ഒരു ബിൽഡിംഗ് എൻട്രൻസ്. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ ഫുള്ളും മലകളും അങ്ങനത്തെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. സോ ഇങ്ങോട്ട് നിന്നാലും നമുക്ക് കേബിൾ കാർ കാണാൻ പറ്റും. ഇതേ കേബിൾ കാർ വരുന്നത് ഇവിടെ നിന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ ഇനി ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൈഡിലും നമുക്കൊരു കഫേ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമുക്ക് താഴെയാണെങ്കിലും ഇവിടെ ടോപ്പിലാണെങ്കിലും അവൈലബിൾ ആണ്. സോ അവിടെ കുറച്ച് കഫേസ് ആണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ച് ആൾക്കാർ ഉണ്ട്. ഇവിടെ ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. സ്കൾപ്ചറിന് ചുറ്റുമുള്ളൊരു വ്യൂ ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു മ്യൂസിയം വരുന്നുണ്ട്, ഒരു 6D തിയേറ്ററും വരുന്നുണ്ട്. രണ്ടിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. സോ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. മഴ പെയ്യുന്നെങ്കിൽ നമുക്ക് ഇൻ കേസ് ഇവിടെ കയറിയിരിക്കുക ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാം. ഇവിടുത്തെ നല്ല കിടിലം ഫോട്ടോസ് ഞാൻ റോ ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അവിടെ ആയിട്ട് നമുക്കൊരു അമ്പലം കാണാം. ഇവിടെ നമ്മൾ പാദരക്ഷകൾ പുറത്തിട്ടിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. നമ്മൾ ജഡായു എർത്ത് സെൻറ്റർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇവിടെ ഒരു വൺ ടൈം വാച്ച് ആണെന്ന് പറയാം നമുക്ക്. കാരണം അത്രയ്ക്കുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഉള്ളൂ. നമുക്കിവിടെ മ്യൂസിയം 6D തിയേറ്റർ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പറയാം. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നുണ്ടോ ജഡായുവിൻ്റെ സ്കൾപ്ചർ? ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് അത് അറിഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെയൊന്നുമല്ല. ഇറ്റ്സ് വെരി ഹ്യൂജ്. സോ അടിപൊളിയായിട്ടുള്ളൊരു സ്കൾപ്ചറാണെന്ന് തന്നെ പറയാം. കുട്ടികളെയും കൊണ്ടുവന്ന് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് പറയാം. ഇവിടെ ഈ ഒരു സ്കൾപ്ചർ അല്ലാണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ ഈ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്ന പെയിൻറ്റ് ബോൾ, നമുക്ക് റോക്ക് ക്ലൈമ്പിങ്, പിന്നെ സിപ്പ് ലൈൻ, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ള ഏരിയ ഉണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജഡായുവിൻ്റെ ആ ഒരു സ്കൾപ്ചർ ഇരിക്കുന്ന ആ ഒരു ഹിൽ ടോപ്പിലാണ്. ഒരു വെർച്വൽ ഗെയിംസ് സോണിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഈവനിങ് ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഇരുട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ. അത് കാർമേഘം കൂടെ ഉള്ളത് കൊണ്ടാണ്. 4 പേർക്ക് വരുന്ന കേബിൾ കാറിൻ്റെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1260 രൂപയാണ്. അത് 2 സൈഡാണ്. നമുക്ക് ഇങ്ങോട്ട് മുകളിൽ വരാനും താഴേക്ക് പോകാനും കൂടെ ചേർത്തത് 4 പേർക്കപ്പം 1260 രൂപ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ കിടിലം ഓട്ടോമോട്ടീവ് വീഡിയോസും നമ്മുടെ ട്രാവൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ.